ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം തരികയാണെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാനാണ് സിസ്റ്റിന് ഇഷ്ടം. ഇത് നിങ്ങളോട് വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാനായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് തന്നെയാണ് സിസ്റ്റ് പറയുന്നത്. ഈ ചോദ്യത്തിന്, അതായത് ഇപ്പോഴുള്ള ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒന്ന് ധ്യാനിക്കുക. ഒരു കുഞ്ഞാട്, നല്ലൊരു കുഞ്ഞാടിനെ മനസ്സിൽ കാണാം. ഈ കുഞ്ഞാട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വലഞ്ഞ് കുഞ്ഞാട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലങ്ങളിലൂടെ, മരുഭൂമിയിലൂടെ ഓടിയിട്ടും ശുദ്ധജലം അല്ലെങ്കിൽ വെള്ളം ഒരു സ്ഥലത്തും കുഞ്ഞാടിന് കിട്ടുന്നില്ല. പിന്നീട് കുഞ്ഞാട് ഓടി ഓടി ചെന്ന് നിൽക്കുന്നത് ഒരു കിണറിൻ്റെ വക്കത്താണ്. കിണറ്റിൽ വെള്ളമുണ്ട്, ശുദ്ധജലമാണ്. എന്നാൽ ആ കിണറ്റിൽ നിന്ന് ആരെങ്കിലും കോരി കൊടുക്കാനോ അല്ലെങ്കിൽ പൈപ്പ് തിരിച്ച് ശുദ്ധജലം കുടിക്കാനോ ഈ കുഞ്ഞാടിന് സാധിക്കാത്തത് മൂലം കുഞ്ഞാട് അവിടെ കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്നു. ആരും വെള്ളം കോരി തരുന്നില്ല, ശുദ്ധജലം കിട്ടുന്നില്ല. വീണ്ടും ഈ കുഞ്ഞാട് യാത്ര തുടരുകയാണ്. അങ്ങകലെ വലിയൊരു ഫാക്ടറി കാണുകയാണ്. ഈ ഫാക്ടറിയുടെ പ്രത്യേകത, ഫാക്ടറി വലിയ ഫാക്ടറിയാണ്, പുക ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫാക്ടറിക്ക് ചുറ്റും കെമിക്കൽസ് അടങ്ങിയ, രാസവളമടങ്ങിയ കറുത്ത ചെളിവെള്ളം, എന്നുവെച്ചാൽ അത്രയും ദുർഗന്ധമുള്ള വെള്ളം, കറുത്ത ബ്ലാക്ക് കളറിലുള്ള വെള്ളം ഇതാ ആ ഫാക്ടറിയുടെ ചുറ്റും ഇങ്ങനെ വളരെ ഒരു ഓ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് 4 ചുറ്റും പോവുകയാണ്. കിണർ പോലെ ആഴമുള്ളത് ഒന്നുമല്ല. ഈ കുഞ്ഞാടിന് വളരെ സന്തോഷം തോന്നി. കാരണം ഇതുപോലെ സുലഭമായിട്ടും എളുപ്പമാർഗത്തിലും ആരും കോരി തരാതെയും കോരിയെടുക്കാതെയും ഒക്കെ പൈപ്പ് തുറക്കാതെ തന്നെ ഈ കുഞ്ഞാടിന് ഈ വെള്ളം കുടിക്കാനായിട്ട് സാധിച്ചു. കുഞ്ഞാട് ആ വെള്ളം, ആ കറുത്ത ചളിവെള്ളം, കെമിക്കൽസ് അടങ്ങിയ രാസവെള്ളം, അത് മുഴുവനും വിഷാംശമുള്ളത് കുടിച്ച് പള്ള പൊട്ടി പിന്നെ ചത്തുപോയെന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. ഇത് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ന്യൂജൻസിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് സിസ്റ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നടത്തുന്ന ഈ അഭിമുഖത്തിൽ സിസ്റ്റിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശവും പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ശുദ്ധജലം ആരാണ് കോരിക്കൊടുക്കുക? ധ്യാനഗുരുക്കന്മാരാകാം, വൈദികർ, സിസ്റ്റേഴ്സ്, ആത്മായ പ്രേക്ഷിതർ തുടങ്ങി ഈ പ്രേക്ഷിത ഗണങ്ങൾ ഒക്കെ, വചന പ്രഘോഷകർ, പ്രത്യേകിച്ച് ഞങ്ങൾ സമർപ്പിതർ, വൈദികർ, സിസ്റ്റേഴ്സാണ് ശുദ്ധജലം. കാറ്റിസം അധ്യാപകർ, ഇവരൊക്കെയാണ് ശുദ്ധജലം ഈ കുഞ്ഞാടിനെ പോലെയുള്ള മക്കൾക്ക് കൊടുക്കേണ്ടത്. പക്ഷേ അവർക്കതിന് സമയവും അതിന് ഇൻട്രസ്റ്റും അങ്ങനെ ഇല്ലാത്തത് മൂലം ഈ ന്യൂജൻസ് അല്ലെങ്കിൽ തലമുറ അവർക്ക് എളുപ്പമാർഗത്തിൽ മൊബൈലിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഇൻ്റർനെറ്റിലൂടെ ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ്, ഡേറ്റിംഗ്, ഒരുമിച്ച് മദ്യം കഴിക്കൽ, അങ്ങനെയുള്ള മതമില്ലാത്ത ജീവിതം, ലിവിങ് ടുഗദർ, ഇങ്ങനെയുള്ളതിൽ ഒരുപാട് രാസവളം കുടിച്ച് അവരുടെ ജീവിതം അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ് ഈ നിങ്ങളിപ്പോൾ സിസ്റ്ററിനെ നടത്തുന്ന ഈ ഇൻ്റർവ്യൂവിലെ ഏറ്റവും പ്രസക്ത ഭാഗമായിട്ട് സിസ്റ്റിന് പറയാനുള്ളത് ഇതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഇപ്പോൾ സിസ്റ്റിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ശുദ്ധജലം എന്ന് പറയാം യേശുവാകുന്ന ദൈവവചനമാകുന്ന സമൃദ്ധി മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, കടപ്പാടുണ്ട്, നമ്മുടെ ദൗത്യമാണ്. ആമേൻ.